ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖമെല്ലാവർക്കും. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ആ ഒരു ഷെഡ്യൂളിൻ്റെ ഇടയിൽ പിന്നെന്താ നമുക്ക് അതായത് നമ്മൾ തിരക്കിട്ടിട്ട് നമുക്ക് കിട്ടിയ ഓർഡേഴ്സിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ജിൽബാബാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. പ്രെയർ ഡ്രസ്സാണ്. ഇപ്പോൾ റംദാൻ്റെ കുഞ്ഞു കുറച്ചായിട്ട് ഡ്രസ്സ് സാധാരണ നോർമൽ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും അതുപോലെ തന്നെ ജിൽബാബിൻ്റെയും ഓർഡറൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ടൈം എക്സ്ട്രാ എടുക്കും. അതായത് നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന ക്ലോത്ത് കറക്റ്റായിട്ടിരിക്കണം, അതുപോലെ തന്നെ കാൽക്കുലേഷനും അതുപോലെ തന്നെ മെഷർമെൻറ്റും ഒക്കെ ക്ലിയറായിട്ട് വരുന്ന രീതിയിൽ തന്നെ മാർക്കിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയും കൂടെ ടൈം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ജിൽബാബ് ഡിസ്പാച്ച് ചെയ്ത അല്ലെങ്കിൽ സെയിൽ ചെയ്ത ജിൽബാബിൻ്റെ ഒക്കെ ഫോട്ടോസാണ് കേട്ടോ. മാഷാഅല്ലാ, ഇപ്രാവശ്യം ഞാൻ കുറച്ച് നോൻപ് തുടങ്ങി ഒന്നരാഴ്ചയൊക്കെ കഴിയാനായിന്ന് തോന്നുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഓർഡർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഓർഡർ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. പിന്നെന്താ, ഇനിയും തുടർന്നും ആ സപ്പോർട്ട് വേണം കേട്ടോ. നമ്മൾ കിഡ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ രീതിയിൽ കൊടുക്കുന്നുണ്ട്, എന്നാലും ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് അതിന് എഫേർട്ട് ഇടണമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിതുപോലെ ലേസും അതുപോലെ തന്നെ ബീഡ്സും ഹൂക്കും ഒക്കെ വാങ്ങാൻ വന്ന കടയിൽ ചെറുതായൊന്ന് വീഡിയോസ് എടുത്തതാണ്. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കത്തി വെച്ചു. പിന്നെ അവിടെ കിടന്ന് ലേസിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് നമ്മുടെ മൊട്ടാമ്പ്ര ആണ്. നമ്മൾ മാടയാണ് താമസം. അപ്പോൾ മൊട്ടാമ്പ്ര ഉള്ള ഏറ്റവും അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ ലേസൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ക്ലോത്തിന് വേണ്ടിയിട്ട് പയ്യന്നൂരാണ് പോകാറുള്ളത്, ഫാഷൻ പരാഗിലാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് ക്ലോത്തൊക്കെ എടുക്കാം. ഇവിടെയും ക്ലോത്ത് ഉണ്ട്. എന്നാലും ഇച്ചിരിയും കൂടി ഇവർ വെച്ചിട്ടുള്ളത് ലേസും അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ആ ഒരു ബീഡ്സ്, അതുപോലെ തന്നെ സിബ്, ഇലാസ്റ്റിക് കണ്ടില്ലേ. ലേസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ലേസ് ഞാനിതുപോലെ നോക്കി കുറേ നേരം സെലക്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ജിൽബാബിനൊക്കെ ലേസ് വെച്ചിട്ടാണ് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ ജിൽബാബ് നല്ല റേറ്റിന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ചുകൂടെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഇമ്പ്രസ് തോന്നിക്കുന്നത് ആ ഒരു ലേസ് വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവില്ലേ. ഞാൻ ചെയ്തതുകൊണ്ട് മാത്രമായിട്ട് പറയുകയല്ല. 600-700 രൂപ കൊടുത്തിട്ട് വാങ്ങിയ ജിൽബാബിൽ ലേസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. സാധാരണ സിമ്പിളായിട്ട് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ ഒരു ഭംഗിയിൽ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് വരുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ. ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ ജിൽബാബ് സ്റ്റാർട്ടിങ്ങിൽ മുതലേ ലേസൊക്കെ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 450 ആണ് ഞാൻ നോർമൽ ജിൽബാബിന് റേറ്റ് ഇടുന്നത്. ദൂരെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജായിട്ട് ഒരു 50 രൂപ എക്സ്ട്രാ വാങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ആ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. കിഡ്സിന് 350 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ചേച്ചിയുമായിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോസ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ജിൽബാബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലി വാട്സപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താലും മതി. ഞാനതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആ വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.